ഗൂഢാലോചന അമ്മയുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പലതരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് നേരെ വന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു നാസിർ ലത്തീഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വോയിസ് നോട്ട് ഒരു കൊല്ലം മുമ്പ് ഉള്ള ഒരു വോയിസ് നോട്ട് പുറത്തു വരുന്നു. അത് ഒരു ക്യാരക്ടർ അസാസിനേഷൻ പോലെ. കുക്കു പരമേശ്വരനെതിരെ ഒരു മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആരോപണം വരുന്നു. 7 കൊല്ലമായിട്ട് ആരും ഒന്നിലും കേട്ടിട്ടില്ലാത്ത ഒന്ന്. അതിനുശേഷം ശ്വേതയ്ക്കും വരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു അതെന്താ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വരുന്നത് എന്നുള്ള ആലോചനയാണ്. അതിനെയാണ് നമ്മൾ ഗൂഢാലോചന എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെ. പക്ഷെ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കണം. കാരണം ഇത് വിചിത്രമായ ഇന്ന് വരെ കേരളം കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യ കേട്ടിട്ടില്ലാത്ത, ലോകം കേട്ടിട്ടില്ലാത്ത ഒരു ആരോപണം. ഒരു സിനിമയില് പാലേരി മാണിക്യം എന്ന അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചിട്ട് നഗ്നത പ്രദർശിപ്പിച്ചെന്ന് സെൻസർ ചെയ്ത സിനിമ. ഇങ്ങനെ ഒരു ആരോപണം, ഇങ്ങനെ ഒരു വിധി, ഇങ്ങനെ ഒരു അത് ഏത് മജിസ്ട്രേറ്റ്, അത് ഏത് കോടതി എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും വലിയ ഔത്സുക്യമുണ്ട്. ഇത് എന്താണ് ഇത് സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ തൊഴിൽ ചെയ്യാൻ പറ്റുമോ? അതും പോക്സോ കേസ് വരെ നിൽക്കുന്നത്. മാണിക്യത്തിൽ നഗ്നത പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മമ്മൂട്ടിയും പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലോ. അതാണ് അദ്ദേഹം. ഇപ്പൊ എന്ത് നടൻ? എന്റെ ദൈവമേ, ഇതൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഇത് കേരളത്തിലെ എല്ലാവരും, അതാ ഞാൻ ഇന്നലെ എന്റെ ഫേസ്ബുക്കിൽ എഴുതി, ഇത് പൊതുസമൂഹം എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടം എത്തി ഞങ്ങളുടെ സംഘടനയിലെ പ്രശ്നങ്ങളെന്ന് ഞാൻ ഇന്നലെ എഴുതിയത്. കാരണം അത് ഞങ്ങളുടെ സംഘടനയുടെ പ്രശ്നമായി മാറുന്നില്ല. ഇത് നാളെ ആർക്കു നേരെയും വരാവുന്ന ഒരു ആരോപണമാണ്. അങ്ങനെയുള്ള എന്തോന്നോ മേനാശ്ശേരിമാരെയൊക്കെ നമ്മൾ തുരത്തുക തന്നെ വേണം. അതിന്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും പുറത്തു കൊണ്ടുവരികയും വേണം. ഭാഗ്യലക്ഷ്മിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ക്ഷമിക്കണം, മാലാ പാർവതി, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഈ കാര്യത്തിൽ? സംശയം ഈ ഇലക്ഷനെതിരെ നിന്ന ആൾക്കാർ എല്ലാവരും തന്നെ കുക്കുവിന്റെ വിഷയത്തിൽ ഞാൻ സംശയിച്ചിരുന്നു. ഈ വിഷയത്തിൽ ആരാണെന്ന് അറിയില്ല. അന്വേഷിക്കുകയാണ് വേണ്ടത്.